ഹലോ ഗൈസ്, കുറേ നാളായിട്ട് എനിക്ക് ഗാലറിക്കകത്ത് കിടക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അങ്ങനെ നമ്മളിതേ ചെല്ലാനത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെല്ലാനത്ത് നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തി നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. എന്ത് അടിപൊളിയാണല്ലേ കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പതിയെ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾക്കാണെങ്കിൽ മുതുകത്ത് ടാറ്റു അടിച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ നിർത്തിയേ പോയത്, വേദന കാരണം. അങ്ങനെ അവനാണെങ്കിൽ വല്ലേ വരാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയെങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്. അവൻ പോകുന്നതിൻ്റെ തലേ ദിവസം പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പറഞ്ഞിട്ടിരിക്കുക ഇവിടുത്തെ പാർക്കിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ നമുക്ക് പോകാമല്ലോ. നമ്മുടെ നിഹാര് വലുതായി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നിഹാര് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അങ്ങനെ പിന്നെ നമ്മൾ പതിയെ ക്യൂൻസിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നമുക്ക് പിന്നെ പതിയെ പോയി ഫുഡ് കഴിക്കാന്നുള്ള രീതിയായി കേട്ടോ. നമ്മൾ ക്യൂൻസയുടെ കവാടത്തിൽ നമ്മൾ എത്തിയിരിക്കുക. എനിക്ക് വലിയ താല്പര്യമില്ല മറൈൻ ഡ്രൈവിൽ പോകാനായിട്ട്. പക്ഷേ അവിടെ അടിപൊളിയാണ്, നല്ല തണലൊക്കെ ഉണ്ട്. ക്യൂൻസേനേക്കാളും കുറച്ചും കൂടെ അടിപൊളി അവിടെയാണ്. എന്നാലും നമ്മൾ ക്യൂൻസയിലാണ് വരുന്നത് എപ്പോഴും. രാത്രിയാണ് കുറച്ചും കൂടെ അടിപൊളി. ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ സമയത്ത് കടകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ കടകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി അടിച്ച് വന്നേച്ചു. പിന്നെ നമുക്ക് ഒരു തണൽ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത്. ഫൈനലി നമുക്കൊരു തണൽ കിട്ടി. അങ്ങനെ ഈ വണ്ടി നമ്മൾ പതിയെ സൈഡാക്കി വെച്ചു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങി. ഈ നട്ടിച്ച വെയിലത്ത് പ്രാന്താന്നേ ആലോചിക്കുള്ളൂ ഈ കൊച്ചിനെയും കൊണ്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് നടന്ന് വെച്ച് പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അത് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വിശന്നിട്ട് പോയി. പിന്നെ അങ്ങനെ സാൻ ജോസിൽ പോയി ഫുഡ് കഴിക്കാൻ ആലോചിച്ചത്. അങ്ങനെ അവനാണെങ്കിൽ ഒരു മീൽസും ഞാനാണെങ്കിൽ ഒരു ബിരിയാണിയാണ് ഓർഡർ ആക്കിയത്. പിന്നെ അങ്ങനെ നമ്മൾ അവക്കാഡോയിൽ വന്നൊരു അവക്കാഡോ ഷേക്കും ഒരു മാംഗോ ഷേക്കും വാങ്ങിച്ച് അങ്ങനെ പിന്നെ അവനാണെങ്കിൽ ആലോചിച്ചിരിക്കുന്നത് നാളെ പോകുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞാൻ എപ്പോൾ വീഡിയോ ഓണാക്കിയാലും ഇതാണ് അവസ്ഥ. എപ്പോഴും ഞാൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇൻട്രോവേർട്ടായ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ അത്ഭുതമില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ഈ ഒരു ഷേക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലാക്കാമെന്ന് ആലോചിച്ചിരിക്കുന്നു. പെട്ടെന്ന് വീടത്തൊന്നുമ്പേ തീർക്കണമല്ലോ, എന്നിട്ടാണ് അടുത്തത് കുടിക്കാനെന്നും പറഞ്ഞിട്ട്. പക്ഷേ ഭാഗ്യത്തിന് അത് താഴെയും പോയി. എനിക്കാണെങ്കിൽ അതിന് പകുതി ഞങ്ങളുടെ യോഗം ഉണ്ടായിരുന്നുള്ളൂ എന്തോന്നു. അപ്പോൾ അത്രയുള്ള ഗസ്റ്റ് ടാറ്റാ ബൈ ബൈ സി.